ഷിയാസ് കരീമിനെ വെള്ളപൂശാൻ കുറെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ട് പറയേണ്ട ആളുകൾ ഒന്ന് ബൈജു ചേട്ടായി, രണ്ട് നിഷാന്തോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പയ്യനാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഖിൽമാരാറുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ ഡയലോഗ് അടിച്ച അവനെതിരെ കേസ് വന്നു. അഖിൽമാരാറും ഗുണ്ടകളും അവനെ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നൊരു പയ്യൻ ഓർമ്മയില്ലേ? വാഹനത്തിന്റെ അകത്തുനിന്ന് അമ്മയോ സഹോദരിയോ ഭാര്യയോ കരയുന്ന ശബ്ദം AI-യിലൊക്കെ ഇട്ടിട്ട് ഡയലോഗ് അടിച്ച് അവസാനം കേസും കൂട്ടമായത് നമ്മുടെ പോത്ത് ഷാജഹാനൊക്കെ ഇടപെട്ട കേസ് ഓർമ്മയില്ലേ? അവനിപ്പോ നിരന്തരമായിട്ട് ഇതിലെ പരാതിപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോയും വീഡിയോയും ശബ്ദ സന്ദേശങ്ങളും എല്ലാം പുറത്ത് വിട്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവനിപ്പോ എങ്ങനെയെങ്കിലും ഷിയാസ് കരീമിനെ ഒന്ന് വെള്ളപൂശണം, അവർ പ്രണയമാവുന്ന സമയത്ത് പലതും കാണിച്ചിട്ടുണ്ടാവും, ആ സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഡയലോഗ് അടിക്കുന്നത്. പ്രണയം അടിച്ച് 65 ലക്ഷം രൂപ തട്ടി വിവാഹദാനം നൽകിയാണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഷിയാസ് കരീമിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സ്ത്രീ, അത് ആ സ്ത്രീയുടെ കാമുകന്റെ കൂടെയുള്ള ഫോട്ടോ ആണിത്. സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഇപ്പൊ തിരുത്തി പറയാൻ ഏതെങ്കിലും ഒരൊറ്റൊന്ന് തയ്യാറാവോ? എന്തായാലും അവനെതിരെ കേസും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സ്ത്രീയുടെ ഫോട്ടോ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്. ഗൾഫിലായതുകൊണ്ടാകാം ഈ നെകളിപ്പ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇവിടെ ഒന്നേ പറയുന്നുള്ളൂ, ഷിയാസ് കരീം പറഞ്ഞ വാക്കുകളിൽ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീ എന്ന ആ ഒരു വാക്കിനെ മാത്രമാണ് ആളുകൾ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അതായത് ഉമ്മയുടെ പ്രായമായ ഒരു സ്ത്രീയോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ശബ്ദ സന്ദേശങ്ങളിൽ വൃത്തികേടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എതിർത്തിട്ട് എല്ലാവരും റിയാക്ട് ചെയ്തത്. അല്ലാത്ത പക്ഷം ഇതൊരു നോർമലായിട്ട് ഇഷ്ടം പോലെ നടക്കുന്ന ഒരു കേസ് പോലെ ഒരുമിച്ച് കുറെ കാലം നിൽക്കുന്നു, അതിനിടയിൽ ചെറിയ ഇഷ്യൂസ് വരുന്നു, അങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നു, ഈ ഒരു സാധനമായിട്ടാണ് കാണുക. പക്ഷെ അവൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് വന്നതാണ് പണി കിട്ടിയത്. എന്തായാലും ചാട്ടായിക്ക് വേണ്ടിയിട്ട് കുറ്റിപ്പുറം ജാസിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോന്ന് കാണാം. ഞാന് ഷിയാസ്കിന്റെ നല്ല സുഹൃത്താണ്, എന്റെ ആഷിന്റെ നല്ല സുഹൃത്താണ്, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റുള്ള സുഹൃത്താണ്. ഒരുപാട് ഇനാഗുറേഷൻ ആണെങ്കിലും പ്രോഗ്രാമിന് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഷിയാസ്ക വളരെ നല്ലൊരു വ്യക്തിയാണ്. ഞാൻ എന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. എന്നോട് ഒരു രീതിയിൽ നമുക്കൊരു മോശം ഒരു കാര്യമോ ഒരു നോട്ടം കൊണ്ടോ ഒന്നുകൊണ്ടോ ഇല്ല, പ്രവൃത്തി കൊണ്ടോ ഇല്ല. വളരെ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള, വളരെ എന്തും തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. അതിന് നീയാണല്ലേ, അവൻ ഗുണ്ടേഷനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുണ്ടേഷനാണെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ നിങ്ങളെടുത്ത് വന്ന് ചിലപ്പോൾ നോക്കിയാനെ. ആണിനോട് എന്തായാലും അവന് താല്പര്യം ഉണ്ടാവൂല. അപ്പൊ പിന്നെ നീ പറഞ്ഞതിലും എന്ത് കാര്യമുള്ളത്? നല്ല മനുഷ്യനാണ്. കൺസെപ്റ്റ് അത്ര എന്ത് കൺസെപ്റ്റ്? പലയിടത്തും ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ, ഇംഗ്ലീഷ് വേർഡ്സ്. ഇതിന്റെ അർത്ഥം എന്താണ്, ഇത് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഒരു ബോധവും ഇല്ല ഈ പറയുന്ന. അയ്യോ, ഞാൻ ഒന്നും പറയുന്നില്ല. കുറ്റിപ്പുറം ദാസപ്പൻ ചേട്ടാ. അപ്പൊ ദാസപ്പൻ ചേട്ടന്മാരോടല്ല ചേട്ടന് താല്പര്യം അത് നമ്മൾ കണ്ടല്ലോ. ഇനിയും ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ആര് ചെയ്താലും ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സാമ്പത്തികം ഇവരെ സഹായിച്ചിട്ടുണ്ട്. വെറുതെ ആരും സഹായിക്കില്ലല്ലോ. ഒറ്റ ചോദ്യം ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. കല്യാണം വന്നപ്പോൾ ഇവരവിടെ കല്യാണത്തിന് പോയിരുന്നു എന്ന് പറയുന്നു ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? അങ്ങനെ കേട്ടല്ലോ അല്ലേ? എന്താ കല്യാണ സമയത്ത് പ്രശ്നമൊന്നുമില്ലേ? ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ സംസാരിക്കാം, തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കാം. പക്ഷേ ഇനി അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം, നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്താൽ അത് 100% ഇവരുടെ ഭാഗത്ത് തന്നെ തെറ്റ്. ആരുടെ ഭാഗത്ത് തെറ്റ്? ചേച്ചി എന്താ പറയുന്നു മനസ്സിലാവുന്നില്ല. കല്യാണത്തിന് വന്ന ഒരു കഥ, ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാനത് പുറത്തു വിടുന്നില്ല. അത് ചില ആളുകളൊക്കെ പുറത്തു വിടുന്നുണ്ട്, ആ സ്ത്രീയെ കരിവാരിത്തേക്കുന്നുണ്ട്. ആ സ്ത്രീ ഒന്ന് പരാതിപ്പെട്ട അവനൊക്കെ പോയി മൂഞ്ചും, അത് വേറെ കാര്യം. പക്ഷെ ഒന്നെ ചോദിക്കാനുള്ളൂ ചേച്ചി, കല്യാണം കഴിഞ്ഞിട്ടും കല്യാണത്തിന് മുൻപും ഒക്കെ ഈ ബന്ധം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞ വാക്കെന്താ? എന്റെ ഭാര്യയും എനിക്ക് വേണം, നിന്നെയും എനിക്ക് വേണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഉമ്മയുടെ പ്രായമായ ഒരു സ്ത്രീയാണല്ലോ അല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ ചേച്ചി? പ്രേമം ഉണ്ടായിട്ടുണ്ടാവും, ബന്ധപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടാവും, സാമ്പത്തികമായ ഇടപെടൽ നടന്നിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ അവൻ ഉപയോഗിച്ച വാക്കുകളാണ് എന്റെ പൊന്നു ചേച്ചി പ്രശ്നമായത്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇതൊന്നും റിയാക്ട് പോലും ചെയ്യൂല. തുടക്കത്തിൽ ഞാൻ റിയാക്ട് ചെയ്തത് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട്, കാരണം ഇവന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന വാക്കാണ് 60 വയസ്സ് ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീ എന്നും, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ ഏതൊരു മനുഷ്യനും വിശ്വസിച്ചു പോകും. പക്ഷെ പിറ്റേ ദിവസം വന്ന ശബ്ദ സന്ദേശങ്ങൾ, ആ സ്ത്രീയുടെ ശബ്ദ സന്ദേശം എന്തും ആയിക്കോട്ടെ, മോശപ്പെട്ടതായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവന്റെ വാക്കുകളാണ് അവന് വിനയായത്. അത് മനസ്സിലാക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാ പറയാനുള്ളത്. നമ്മൾ ഇപ്പൊ ഞാൻ പണ്ട് പറയാറുണ്ട്, എന്തെങ്കിലും ആ സ്പോട്ടിൽ പ്രതികരിക്കണം. പ്രേമിക്കുമ്പോൾ ഒരു സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റില്ല. ഒരാളെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ആ സമയം എടുത്ത് ഇത്രയും വരെയായി. അപ്പോൾ അതാ പറഞ്ഞേ, അത്രയും വരെ ആയ സ്ഥിതിക്ക് ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പൈസ ബാങ്കിൽ വന്ന ക്യാഷ് അങ്ങോട്ട് റിട്ടേൺ ഇട്ട് കൊടുക്കുക. അത് ചോദ്യം. പൈസ തിരിച്ചങ്ങ് കൊടുത്താൽ പോരെ, പ്രശ്നം തീർന്നല്ലോ. തന്നു എന്ന് പറയുന്ന പൈസ അത് വീട്ടിലുള്ള എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടെന്നാ പറയുന്നത്.
പണം അങ്ങ് തിരിച്ചു കൊടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. പിന്നെ പീഡന പരാതി അല്ല എന്നാണ് പല ആളുകളും പറയുന്നത്. ഞാനും മനസ്സിലാക്കി അതാണ്, പീഡന പരാതി കൊടുത്തിട്ടില്ല, പകരം സാമ്പത്തിക ചൂഷണമാണ് നടന്നിട്ടുള്ളതാണ് പറയുന്നത്. ഇവന് നിലവിൽ ഒരു 3 വർഷം ഒരു പെണ്ണുമായിട്ട് പ്രേമുണ്ടായിരുന്നു. ആ പെണ്ണ് 3 വർഷം പ്രേമത്തിന്റെ ഇടയിൽ എപ്പോൾ ഇവൻ മനസ്സിലാക്കുന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊക്കെ ഉള്ള, ഭർത്താവൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവരെ ഒഴിവാക്കി, നൈസായിട്ട് ഒഴിവാക്കി. അതൊക്കെ അവൻ പറഞ്ഞ കേസാണ്, അവൻ കോടതിയിൽ വാദിച്ച കേസാണ് ഇട്ടത്. അതുകൊണ്ടൊക്കെ തന്നെ ആ കേസിൽ ജാമ്യം കിട്ടി, അവൻ അതിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസ് അതല്ല. വീട്ടിലൊക്കെ വരുന്ന വീട്ടുകാരുമായിട്ട് സൗഹൃദമുള്ള ഒരു സ്ത്രീ, പ്രായം കൂടുതലുള്ള ഒരു സ്ത്രീ, അവരെ ഏതൊക്കെ രീതിയിൽ അവ ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് ശബ്ദ സന്ദേശത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. അതിൽ അവരും സഹകരിച്ചിട്ടുണ്ടാവാം. സാമ്പത്തികമായിട്ട് നിരന്തരമായിട്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിത്തരാണ്, തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പിന്നെ അവന്റെ ഹിസ്റ്ററി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളായിരിക്കുമല്ലോ, വീടുമായി ബന്ധമുള്ള ഒരാളാണ്, കേസിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇല്ല എന്നില്ല. ഇവന്റെ എക്സ്പ്ലനേഷൻ എന്റെ പൊന്നോ. ഷിയാസ് കരീം ശരിക്കും എൻ്റെ അനിയനാണ് കേട്ടോ. നമ്മൾ ശരിക്കും എനിക്ക് ഏറ്റവും അടുത്ത 5 ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ 5-ൽ പെടും ഷിയാസ് കരീം. ഇതാണ് നിഷ്കളങ്കരായിട്ടുള്ള കുറെ ബോധമില്ലാത്ത ആളുകളുണ്ടെന്ന് പറയുന്നത്. ഇത്തരം കേസുകളിലൊക്കെ പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ സുഹൃത്തുക്കളാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയാന്നൊക്കെ പറഞ്ഞത് വലിയൊരു കഴിവ് തന്നെയാണ് ചേട്ടാ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കാണുന്നത്. ഒരു ഭാഗം മാത്രമല്ല ഇപ്പോൾ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. കോടതിയിൽ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളൊക്കെ കേട്ടതുപോലെ ഞാനും കേട്ടുള്ളൂ, ഞാനും അറിഞ്ഞുള്ളൂ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സുഹൃത്തുക്കളിൽ ഒരാളാണ് ഷിയാസ് കരീം. ഒന്നും അറിയില്ല അല്ലേ ചേട്ടാ? കൊള്ളാം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരാഴ്ചയോളം ഏറി കയറ്റാൻ നേരത്ത് അയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ വലിയ ആരോപണങ്ങൾ വന്നാലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ആയിക്കോളൂ. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്താ ചെയ്തത്? ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതിൽ ഏത് രീതിയിലാണ് ഇൻവോൾവ് ആയതെന്നൊന്നും അറിയില്ല ചേട്ടാ. എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായത് കൊണ്ട് ചോദിക്കാണ് കേട്ടോ. ഇപ്പൊ കുറെ ആളുകൾ ഇതേപോലെ എന്റെ സുഹൃത്താണ്, എന്റെ സഹോദരനാണ്, അവനെ ഞാൻ നേർവഴിക്ക് നയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബൈജു ചേട്ടായി വന്നിട്ടുള്ളത്. പിന്നെ ആളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ പറ്റിയ മിസ്റ്റേക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. ഏറ്റവും അവസാനം എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഉമ്മയെ ചേർത്ത് വെച്ച് സംസാരിച്ചത്. മറ്റുള്ളതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് 2 വർഷം 3 വർഷം കൂടെ പ്രേമം എനിക്ക് 100% പ്രേമം ഉണ്ടായിരുന്നു. എന്നോട് പ്രേമം നടിച്ച് എൻ്റെ കൂടെ ചേർന്ന് ലാസ്റ്റ് ഞാനത് മനസ്സിലാക്കിയ ശേഷം ഞാനത് നിരസിക്കുമ്പോൾ എൻ്റെ പേരിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നതിന് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? അതിപ്പോ നമ്മളിപ്പോ എങ്ങനെ യോജിക്കുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് 3 വർഷത്തോളമുള്ള ആ ഒരു ബന്ധത്തിൽ ഇവരെങ്ങനെയാണ്, എന്താണ്, ഏതാണെന്ന് മനസ്സിലാക്കിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ആ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്തത് നമുക്കറിയില്ലല്ലോ. പിന്നെ പീഡനം അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കഴമ്പുണ്ടാകും. പക്ഷെ അവർ നിങ്ങളെ ചതിച്ചു. ആ ഒരു വിഷയത്തിൽ ഭാര്യയായിരുന്നു, മക്കളുണ്ട് എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് നിങ്ങൾ സേഫ് ആയത്. ആ ഒരു കാര്യം ഇന്ന് നമ്മൾ ഉറക്കെ പറയുന്നതും അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണ്, അതാണ് സത്യമെങ്കിൽ നമ്മൾ യോജിക്കില്ല. അതാണല്ലോ സത്യം. നിങ്ങൾ കണ്ടില്ല എൻ്റെ പേരിൽ 3 വർഷം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഞാൻ പീഡിപ്പിച്ചു എന്നാണ് എൻ്റെ പേരിൽ കേസ് വന്നത്. നിങ്ങൾക്ക് തോന്നണ്ടോ ഞാൻ അങ്ങനെ പീഡിപ്പിക്കാനുള്ള ഒരു... നിങ്ങൾ എന്നെ എത്ര വർഷമായിട്ട് അറിയാം? ഒരു 3 വർഷമായിട്ട് അറിയാം. എന്തെങ്കിലും രീതി നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ എൻ്റെ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല. അടിപൊളി. അവതാരകയോടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, 3 വർഷത്തോളമായിട്ടുള്ള പരിചയമുണ്ട്. അത് നിങ്ങളോട് ഞാൻ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോന്ന് എല്ലാവർക്കും എല്ലാവരോടും താല്പര്യം തോന്നണമെന്ന് ഒരു നിർബന്ധമില്ല. സുഹൃത്തുക്കളായി കാണുന്ന ആളുകളുണ്ട്. ചില സുഹൃത്തുക്കളെ ഏതെങ്കിലും സാഹചര്യത്തിൽ വൃത്തികെട്ട രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. പലപ്പോഴും നമ്മൾ പല വാർത്തകളും നമ്മൾ അത്തരത്തിൽ കേൾക്കാറുണ്ട്. ഇവിടെ ഷിയാസ് കരീം ഉദാഹരണങ്ങൾ എന്ത് പൊട്ടത്തര വെച്ചിട്ടുള്ളത്. ഇവിടെ ജാസി പറഞ്ഞ പോലെ എന്നോട് അവൻ അങ്ങനെയൊന്നും കാട്ടിയില്ല, ഒരാണിനോട് അവനതൊന്നും കാണിക്കില്ലായിരിക്കാം. പിന്നെ കാലങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളാണ് പലപ്പോഴും പ്രണയത്തിലേക്കൊക്കെ വഴുതി മാറിയിട്ടുള്ളത്, പല ബന്ധത്തിലേക്കും പോയിട്ടുള്ളത്. അതിൽ നല്ല ആത്മസൗഹൃദം ഉണ്ടാവാറുണ്ട്, അതിൽ നല്ല സഹോദരന്മാരുണ്ടാവാറുണ്ട്, അതിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. മനുഷ്യന്മാർ പലവിധമാണ് മനോഭാവങ്ങൾ, അത് പലപ്പോഴും മാറാറുണ്ട് എന്നുള്ളതാണ്. ഷിയാസ് കരീമിന്റെ ആദ്യത്തെ കേസ് ഓക്കെ, നമ്മൾ സമ്മതിച്ചു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കേസ് നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്, നിരന്തരം ഇന്റർവ്യൂകൾ കണ്ടതാണ്. അവർ നിങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെ കൂട്ടുക. പക്ഷെ ഈ വിഷയത്തിൽ എന്താണ്, 60 വയസ്സുള്ള സ്ത്രീയാണെന്ന് നുണ പറയുന്നു. അതേപോലെ തന്നെ ഞാൻ അവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള പറയുന്നു. അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് വാങ്ങിയില്ല എന്നുള്ള കഥ പറയുന്നു. പല കാര്യങ്ങളും നിരസിക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ വന്ന ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടതാണ്. അവരുടെ ശബ്ദം കേൾക്കാതെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു മനോഭാവം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ന്യായീകരിക്കുക?
അവരും ചെയ്തിട്ടുണ്ടാകും എന്ന രീതിയിലല്ലേ പറയുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇവിടെ കൃത്യമായിട്ട് സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പല രീതിയിലുള്ള പലതും നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇവനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇതിൽ ഏറ്റവും വലിയ വെട്ടിത്തരായത്. എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഈ രീതിയിലാവില്ല ആളുകൾ ചർച്ച ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് 1.5 മിസ്റ്റേക്കാണ്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ പുള്ളിക്കാരനോട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചതുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല അല്ലെ പുള്ളിക്കാരന് ഈ 60-70 ഒക്കെ കിട്ടത്തോ. മാസ്ക് ഇട്ട് പറ്റിച്ചു. 28-30 പറഞ്ഞു പറ്റിച്ചായിരിക്കും. പക്ഷെ എനിക്കോണ്ട് അത് ട്രാപ്പാണോ? നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളല്ലേ ഇവരുടെ ഒക്കെ ദൈവമായിട്ട് ഇവർ നിൽക്കുന്നത്. നമ്മളിതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ പറ്റിയത് അവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു നല്ല ബന്ധത്തിലായിരുന്നു. അതിന് കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് എന്തുമാവാം, പല പല കൊടുക്കൽ വാങ്ങലുകളുണ്ട്. പിന്നെ അത് പിണങ്ങിയപ്പോ അത് വലിയ ഇങ്ങനെയായി. പക്ഷെ ഇത് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള സംഭവം. എന്ത് ഈ കൊഞ്ചി കുഴഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വളരെ മോശപ്പെട്ട ഒരു സ്ലാങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൈവമല്ലേ എന്നാ മുകേഷ്. എന്തായാലും കോടതിയിൽ നടക്കുന്ന കേസാണല്ലോ, കോടതിയിൽ കേസ് നടക്കട്ടെ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം വീഡിയോസ് മാത്രം നമ്മൾ റിയാക്ട് ചെയ്തെന്നുള്ളൂ. ഇവിടെ ഷിയാസ് കരീമിന്റെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് പറ്റിയെച്ചാൽ അത് കോടതിയിൽ തെളിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളല്ലേ ദൈവം, 60 വയസ്സുള്ളതിനെ ഇവന് കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു എന്ത് സ്ലാങ് ആണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വൾഗർ സ്ലാങ് അല്ലേ, ഒരു അറപ്പ് തോന്നുന്ന രീതിയിലുള്ള സംസാര രീതി. അയ്യേ. ഷിയാസ് കരീമിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഭാഗം കേട്ടു, മറുഭാഗത്തുള്ള സംസാരം നമ്മൾ കേട്ടിട്ടില്ല. അത് പറഞ്ഞറിയില്ല. എടാ പറയട്ടെ, അത് അവരുടെ കയ്യിൽ നിന്നും കൂടെ വരുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ പോലീസും ന്യായവും വിധിയും ഒക്കെ ഇല്ലേ, നീതി ന്യായമൊക്കെ ഇല്ലേ, അവർ കണ്ടുപിടിക്കണം എന്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ്. അതെ, അത്രേ ഉള്ളൂ. ഇവിടെ എന്തായാലും പീഡന പരാതിയാണെങ്കിൽ അതിനെ വേറെ രീതിയിൽ തന്നെയാണ് കോടതി കണ്ടിട്ടുള്ളത്. കുറെ കാലം ഒരുമിച്ച് കൂടെ താമസിച്ച് പിന്നീട് പീഡനമാണെന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. നേരെ തിരിച്ച് സാമ്പത്തിക ചൂഷണമാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളാണ് തീരും. തെളിവ് വേണമല്ലോ എല്ലാത്തിനും. ആ തെളിവുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് കിട്ടിക്കോളും. പിന്നെ വെള്ളപൂശ നടക്കുന്ന ആളുകളോട് വെള്ളപൂശി നടക്കേണ്ട ഒരാളല്ല ഇവൻ. ഉമ്മാന്റെ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് അവൻ വലിയ രീതിയിൽ ഡയലോഗ് അടിച്ച് പിറ്റേ ദിവസം വന്ന ശബ്ദ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടതാ. അതുകൊണ്ട് ഇനി വെള്ളപൂശേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം 3 വർഷത്തെ ഒരു പ്രണയം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞ് ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നുണ്ട്, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരു വെടുപ്പായ ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെടുപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനോഭാവമാണ്, നിങ്ങളുടെ താല്പര്യങ്ങളാണ്. നിങ്ങൾ എങ്ങനെ വെച്ചാൽ തീരുമാനിച്ചോളൂ, എങ്ങനെ വെച്ചാൽ ചിന്തിച്ചോളൂ. ഒന്നേ പറയാൻ എനിക്കുള്ളൂ, അത്ര വെടുപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.